പേരെന്താണ്? മിഥുൻ. എവിടെന്നാണ് വരുന്നത്? ഞാൻ മൊറയൂര്. ഏത് ബ്രാഞ്ചിലായിരുന്നു? ഞാൻ മഞ്ചേരി ബ്രാഞ്ചിൽ. മഞ്ചേരി ബ്രാഞ്ചിൽ. അപ്പോൾ എയ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? എയ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം മുൻ വർഷങ്ങളിൽ അവിടെ ഉണ്ടായ റിസൾട്ട് LPUP എന്നല്ല, ഏത് LDC. ഞാൻ മുന്നേ അവിടെ പല കോച്ചിങ്ങിനായിട്ട് ഉണ്ടായിരുന്നു. എയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ആദ്യമായിട്ട് ഞാൻ എയ്സിലോട്ട് ജോയിൻ ചെയ്യുന്നത് LDയുടെ ഒരു കോച്ചിങ്ങിനാണ്, അതും സൺഡേ ബാച്ചിലോട്ടാണ്. പിന്നെ അവിടെ നിന്ന് തന്നെയുള്ള ക്ലാസ്സുകളൊക്കെയാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവരെ റീഡിങ്ങിന് തരുന്ന ഫെസിലിറ്റി, അതാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാൻ കഴിഞ്ഞത്. ഈ ഒരു പൊസിഷനിൽ തന്നെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ സൺഡേ ബാച്ചായിരുന്നു ഇടയ്ക്ക്, അപ്പോൾ വേറെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് എയ്സിലോട്ട് റീഡിങ്ങിന് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായി വരെ എയ്സിൽ ഇരിക്കലുണ്ട്. അപ്പോൾ അവിടുന്ന് നിന്ന് നമ്മളെ ഫ്രണ്ട്സ് തരുന്ന മോട്ടിവേഷൻ, ഉറപ്പം അവർ തരുന്ന കമ്പൈൻ സ്റ്റഡി ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ ചിലപ്പോൾ 1 മണി 2 മണിയൊക്കെ ആയിരിക്കും, വീട്ടിലെത്തുമ്പോൾ 1 മണി 2 മണിയായിരിക്കും. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഫാമിലി നല്ല സപ്പോർട്ട് ചെയ്തു. അന്ന് മാരീഡ് ആയിരുന്നില്ല, ഇപ്പം മാരീഡാണ്. അന്ന് വീട്ടിൽ നിന്നായാലും തന്നെ ഇടക്കാലത്ത് ഞാൻ ജോലി ഒഴിവാക്കി കുറച്ച് കാലം ഫുൾ ടൈം ഇരുന്നിരുന്നു. ആ സമയത്ത് എന്നെ എല്ലാവിധ സപ്പോർട്ട്, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ട് ചെയ്തു, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. അതുപോലെ തന്നെ അവിടെ വരുന്ന കുട്ടികളായാലും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട്, അതുപോലെ താല്പര്യത്തോടെ വരുന്ന കുട്ടികളായതുകൊണ്ട് ആ കമ്പൈൻ സ്റ്റഡീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട്സ് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അതിൽ പലരും ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അതിനൊക്കെ മെയിൻ കാരണം എയ്സ് മാത്രമാണ്. എയ്സിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു.